ഫൈൻഡ് ദി ഡിഫറൻസ് ഓഫ് 1 5/16 ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ. 1 5/16ൻ്റെയും അതിൻ്റെ റെസിപ്രോക്കലിൻ്റെയും ഡിഫറൻസ് കാണണം. 1 5/16ൻ്റെയും അതിൻ്റെ വിക്രമത്തിൻ്റെയും വ്യത്യാസം കാണണം. അപ്പോൾ നമുക്ക് ആദ്യം 1 5/16 എന്നെഴുതുക. ഇത് മിക്സഡ് ഫ്രാക്ഷനാണ്, മിശ്രഭിന്നം. ഇതിനെ നമുക്ക് സാധാരണ ഭിന്നാക്കണം, നോർമൽ ഫ്രാക്ഷൻ. 1 കൊണ്ട് 16നെ ഗുണിക്കുക, ഒരു 16 16, 5 കൂട്ടുക, 16 5 21/16. എങ്ങനെ ഇത് കിട്ടണം? 1 കൊണ്ട് 16നെ കുറിച്ചു, ഒരു 16 16, അംശം കൂട്ടി 16 5 21 ഛേദം അതുപോലെ ഇട്ടു 16. ഇപ്പോൾ 1 5/16 എന്ന് പറയുന്നത് നമ്മൾ 21/16 ആണെന്ന് മനസ്സിലായി. ഇനിയോ അതിൻ്റെ റെസിപ്രോക്കൽ എഴുതണം. ഇതിൻ്റെ റെസിപ്രോക്കൽ എന്താ? ഈ റെസിപ്രോക്കൽ ഉൾക്രമം അംശവും ഛേദവും പരസ്പരം മാറ്റി എഴുതുക. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എന്താ? 16/21. അപ്പോൾ നമുക്ക് രണ്ടും എഴുതി, 1 5/16 എഴുതി, അതിൻ്റെ റെസിപ്രോക്കൽ എഴുതി. ഇത് തമ്മിലുള്ള വ്യത്യാസം കാണണം എന്ന് പറഞ്ഞാൽ വലുത് ഏതാ, അത് ചെറുത് കുറയ്ക്കണം. 21/16 16/21 ആകുമ്പോൾ ഏതാ വലുത്? 21/16. കാരണം എന്താ? ഇവിടെ അംശം വലുതും ഛേദം ചെറുതുമാണ്. അംശം വലുതും ഛേദം ചെറുതും ആകുമ്പോൾ അതായിരിക്കും എപ്പോഴും വലുത്. ഇവിടെ അംശം ചെറുതും ഛേദം വലുതുമാണ്. അപ്പോൾ ഇതിൽ വലുത് 21/16 അതിന്ന് ചെറുതേതാ? 16/21 കുറയ്ക്കണം. 21/16 16/21 കുറയ്ക്കണം. ഇതെങ്ങനെ കുറയ്ക്കുക? നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. അതായത് ഈ അംശം കൊണ്ട് ഈ ഛേദത്തെ ഗുണിക്കുക. 21 × 21 441 കുറയ്ക്കണം എന്നുള്ള ചിഹ്നം ഇടുക. ഈ ഛേദം കൊണ്ട് ഈ അംശത്തെ ഗുണിക്കുക. 16 × 16 256 ഛേദങ്ങൾ പരസ്പരം ഗുണിക്കുക. 16ഉം 21 ഗുണിക്കണം. 16 1 16, ശിഷ്ടം 1, 16 2 32, 33 336. ഇനി അംശങ്ങൾ കുറയ്ക്കുമ്പോൾ 6ഉം 5ഉം 11, ശിഷ്ടം 1 1 5, 6ഉം 8ഉം 14, ശിഷ്ടം 1 1 2 3 1 4, 185 എന്ന് കിട്ടും. 441 256 കുറച്ചാൽ 185/336 ഉത്തരം.